Question number 5. Integral 0 to pi by 2 sin x by 1 plus cos square x dx. ഇവിടെ കോസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ക്വസ്റ്റ്യനിൽ സൈൻ എക്സ് ഡി എക്സേ ഉള്ളൂ, അപ്പോൾ മൈനസ് ഡി ടി എന്ന് വരും. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ ടിയുടെ വാല്യൂ എന്താ, കോസ് 0 1 എന്നും, എക്സിന് പൈ ബൈ 2 കൊടുക്കുമ്പോൾ ടി എന്ന് പറയുന്നത് 0 എന്നും വരും. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 0 മൈനസ് ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ. മൈനസ് ഇൻ്റഗ്രേഷൻ സൈന് പുറത്തെടുക്കും, ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഇൻ്റഗ്രൽ 1 ബൈ 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ടി ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് ടാൻ ഇൻവേഴ്സ് 0 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറയുമ്പോൾ 0 ആണ്. പിന്നെ ടാൻ ഇൻവേഴ്സ് 1, അതായത് ടാൻ്റെ വാല്യൂ 1 വരുന്നത് എപ്പോഴാണ്, പൈ ബൈ 4 ആകുമ്പോൾ. അപ്പോൾ മൈനസ് 0 മൈനസ് പൈ ബൈ 4 ഈക്വൽ ടു മൈനസ് മൈനസ് വിളിച്ചത് പ്ലസ് പൈ ബൈ 4. Question number 6. Integral 0 to 2 dx by x plus 4 minus x square. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ ഒന്നുകിൽ ഫാക്ടേഴ്സായിട്ട് എഴുതണം. അങ്ങനെ ഫാക്ടേഴ്സായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിങ് ആക്കണം. അപ്പം ഞാൻ അതിനെ ഓർഡറിൽ എടുത്ത് എഴുതുവാണ്. അതായത് ഡിഗ്രി വെച്ചിട്ട് എക്സ് സ്ക്വയറിൻ്റെ ടേം, എക്സിൻ്റെ ടേം, കോൺസ്റ്റൻറ്റ് ടേം. ഇവിടെ മൈനസ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആക്കാൻ വേണ്ടിയിട്ട് മൈനസ് ഇങ്ങനെ പുറത്തെടുക്കുന്നു, കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4. നമുക്കിതിനെ ഫാക്ടേഴ്സായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നീടുള്ളത് ഇതിനെ പെർഫെക്റ്റ് സ്ക്വയറിങ് ആക്കുക. പെർഫെക്റ്റ് സ്ക്വയറിങ് അറിയാമല്ലോ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2. അതിൻ്റെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/4 മൈനസ് 1/4 ഈ മൈനസ് 4. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് പ്ലസ് 1/4 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 17/4 എന്ന് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതിന് മൈനസ് സൈന് ഞാൻ ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ 17/4 മൈനസ് എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 17/4 എങ്ങനെ എഴുതാം, റൂട്ട് 17/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ഡി എക്സ് ബൈ റൂട്ട് 17/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതും. ഇനി എക്സ് മൈനസ് 1/2 ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇനി എക്സിൻ്റെ ലിമിറ്റ് 0 ആകുമ്പോൾ ടി എന്ന് പറയുന്നത് 0 മൈനസ് 1/2, അതായത് മൈനസ് 1/2 എന്ന് വരും. എക്സിൻ്റെ ലിമിറ്റ് 2 ആകുമ്പോൾ 2 മൈനസ് 1/2, അപ്പോൾ ടി ഈക്വൽ ടു 3/2 എന്ന് വരും. ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 1/2 ടു 3/2 ഡി ടി ബൈ റൂട്ട് 17/2 ദ ഹോൾ സ്ക്വയർ മൈനസ് ടി സ്ക്വയർ. ഇതെന്ന് പറയുന്നത് നമുക്ക് കണ്ട് ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ അറിയാമല്ലോ, 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. അതായത് ഇൻ്റഗ്രൽ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് 1/2a ലോഗ് മോഡ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഇവിടെ എയുടെ പ്ലേസിൽ റൂട്ട് 7/12 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു റൂട്ട് 17/2 ലോഗ് എ പ്ലസ് എക്സ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ടി ആണ് വേരിയബിൾ. അപ്പോൾ റൂട്ട് 17/2 പ്ലസ് ടി ബൈ റൂട്ട് 17/2 മൈനസ് ടി. ലിമിറ്റ് മൈനസ് 1/2 ടു 3/2. ഇവിടെ 2 2 ക്യാൻസൽ ആയിട്ട് 1/√17 എന്ന് വരും. ലോഗ് എൽ സി എടുക്കും. എൽ സി എടുക്കുമ്പോൾ റൂട്ട് 17 പ്ലസ് 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. റൂട്ട് 70 മൈനസ് 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 2 2 കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് റൂട്ട് 17 പ്ലസ് 2t ബൈ റൂട്ട് 17 മൈനസ് 2t എന്ന് എഴുതാം. ഇനി ലിമിറ്റ് മൈനസ് 1/2 ടു 3/2. ടിയുടെ പ്ലേസിൽ ആദ്യം 3/2 കൊടുക്കുന്നു, മൈനസ് പിന്നെ 1/2 കൊടുക്കുന്നു. അപ്പോൾ 3/2 ഇൻറ്റു 2, 2 2 ക്യാൻസൽ ആവും. ഇവിടെയും 1/2 ഇൻറ്റു 2 2 ക്യാൻസൽ ആവും. അപ്പോൾ ആൻസർ 1/√17 ഇൻറ്റു ലോഗ് റൂട്ട് 17 പ്ലസ് 3 ബൈ റൂട്ട് 17 മൈനസ് 3 മൈനസ് ലോഗ് റൂട്ട് 17 മൈനസ് 1 ബൈ റൂട്ട് 17 പ്ലസ് 1. ഇതെന്ന് പറയുന്നത് ലോഗ് എ മൈനസ് ലോഗ് ബി. നമ്മളെങ്ങനെ എഴുതുന്ന, ലോഗ് എ ബൈ ബി എന്ന് വരും. ആ രീതിയിൽ നമുക്കിതിനെ എഴുതാം. 1/√17 ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ഇവിടെ
റൂട്ട് 17 പ്ലസ് 3 ബൈ റൂട്ട് 17 മൈനസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 17 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 17 പ്ലസ് 1 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് എഴുതി ഇൻറ്റു ചെയ്യും. അതായത് റൂട്ട് 17 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 17 പ്ലസ് 1 ബൈ റൂട്ട് 17 മൈനസ് 3 ഇൻറ്റു റൂട്ട് 17 മൈനസ് 1 എന്ന് എഴുതും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 20 പ്ലസ് 4 റൂട്ട് 7 എന്നും ഡിനോമിനേറ്ററിൽ 20 മൈനസ് 4 റൂട്ട് 7 എന്ന് വരും. രണ്ടിലും 4 കോമൺ ആയിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 4 4 ക്യാൻസൽ ആകുമ്പോൾ 5 പ്ലസ് റൂട്ട് 17 ബൈ 5 മൈനസ് റൂട്ട് 17 എന്ന് വരും. അപ്പോൾ താഴെ ഒരു റേഷൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മുകളിലും താഴെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ 5 പ്ലസ് റൂട്ട് 17 ഇൻറ്റു 5 ഇവിടുത്തെ 5 ഡിനോമിനേറ്ററിൽ 5 മൈനസ് റൂട്ട് 17 ആണ്. അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് 5 പ്ലസ് റൂട്ട് 17 ആണ്. അപ്പം 5 പ്ലസ് റൂട്ട് 17 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് റൂട്ട് 17 ദ ഹോൾ സ്ക്വയർ ഫോമാണ് വരുന്നത്. അതായത് 25 പ്ലസ് 10 റൂട്ട് 17 പ്ലസ് 17 ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം വരും. അപ്പോൾ 42 പ്ലസ് 10 റൂട്ട് 17 ബൈ 8 എന്ന് വരും. എല്ലാ ടേമിലും 2 കോമൺ ആയിട്ടുള്ളതുകൊണ്ട് 2 എടുക്കും. അപ്പോൾ 20 ഇവിടുന്ന് ന്യൂമറേറ്ററിൽ നിന്ന് 2 എടുക്കുമ്പോൾ 21 പ്ലസ് 5 റൂട്ട് 17 എന്ന് വരും. ഡിനോമിനേറ്ററിൽ 2 കൂടെ എടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ 1 ബൈ റൂട്ട് 17 ഇൻറ്റു ലോഗ് 21 പ്ലസ് 5 റൂട്ട് 17 ബൈ 4.